നരേന്ദ്രമോദിയെ കാണാം. അദ്ദേഹത്തിന്റെ വാഹനം കടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനിയിപ്പോൾ 4 മണിക്കാണ് തൃശ്ശൂരിൽ റോഡ് ഷോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അവിടേക്കാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനം പോകുന്നത്. അതായത് അദ്ദേഹം ഹെലികോപ്റ്റർ ഇറങ്ങിയ കോളേജിലേക്ക് തന്നെ അദ്ദേഹം പോകും. ശേഷം അവിടെ നിന്ന് ഈ ഹെലികോപ്റ്റർ മാർഗം തന്നെ അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകുന്നത്. പാലക്കാട് ആവേശം പകർന്നതിന് ശേഷം ഇപ്പോൾ ഇതാ മോദി തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി 4 മണിയോടുകൂടിയാണ് തൃശ്ശൂരിൽ മോദിയുടെ റോഡ് ഷോയുള്ളത്. അതിനുശേഷം അവിടെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. സോണൽ കൃഷ്ണ കൂടി നമുക്കൊപ്പം പാലക്കാട് കോട്ട മൈതാനത്ത് നിന്ന് ചേരുകയാണ്. സോണൽ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് കേരളത്തിന് കവാടമാണ്, BJPക്കും കവാടമാണ്, നിയമസഭയിലേക്ക് എത്താനുള്ള കവാടമായി പാലക്കാടിനെ കാണുന്നുവെന്നാണ് മോദി പറഞ്ഞത്. അത്രത്തോളം ആത്മവിശ്വാസം BJP ഈ തെരഞ്ഞെടുപ്പിൽ വെച്ചു പുലർത്തുന്ന മണ്ഡലത്തിൽ തന്നെ മോദി എത്തിയതിന് അത്രത്തോളം വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് കോട്ട പിടിക്കുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് മോദി എത്തിയിരിക്കുന്നത്. വികസിത നഗരമാക്കി പാലക്കാടിനെ മാറ്റുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി, അല്ലേ? തീർച്ചയായിട്ടും ആര്യ, കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ് പ്രധാനമന്ത്രി പാലക്കാട് എത്തിയപ്പോഴും പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ട സാഹചര്യമുണ്ട്. പാലക്കാട് നിയമസഭയിലേക്കുള്ള ഒരു കവാടമായിട്ടാണ് BJP NDA സഖ്യം കാണുന്നത് എന്നുള്ളത് പ്രധാനമായി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ശോഭാ സുരേന്ദ്രനെ നിങ്ങൾ വിജയിപ്പിക്കണം. കഴിഞ്ഞ തവണ ശ്രീധരൻ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ പരാജയം ഞങ്ങളെപ്പോലെ ഈ പാലക്കാടൻ ജനതയെ തന്നെ സങ്കടപ്പെടുത്തിയതാണ്. അത് മാറി ഇപ്രാവശ്യം നിങ്ങൾ ശോഭാ സുരേന്ദ്രനെയും പാലക്കാട്ടെ മറ്റ് NDA സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന പ്രധാനമന്ത്രിയെ നമുക്ക് പാലക്കാട് വെച്ച് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രധാനമന്ത്രി വന്നിറങ്ങിയ മേഴ്സി കോളേജിലേക്ക് തന്നെ തൃശ്ശൂരിലേക്ക് പോകാൻ വേണ്ടി പോകുന്ന ദൃശ്യങ്ങളാണ്. പ്രധാനമന്ത്രിയുണ്ട്, പ്രവർത്തകരെയൊക്കെ തന്നെ കൈവീശി അഭിവാദ്യം ചെയ്യുന്ന കാഴ്ച അത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. പ്രവർത്തകർ ഇപ്പോഴും കടുത്ത വെയിലിനെ പോലും എത്രയോ മണിക്കൂറുകളായി മോദിയെ കാണാൻ കാത്തുനിന്ന പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് കൈവീശി കാണിച്ചുകൊണ്ട് ഇപ്പോൾ മോദി ഇതാ പുറപ്പെട്ടിരിക്കുകയാണ്. കോട്ട മൈതാനത്ത് നിന്ന് തൃശ്ശൂരിലേക്കാണ് യാത്ര. ജെയ്സൺ ചാമോളപ്പിൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ജെയ്സൺ, തൃശ്ശൂരിലേക്ക് എത്തുകയാണ് പ്രധാനമന്ത്രി. കോട്ട മൈതാനത്ത് ആവേശം തീർത്തു കഴിഞ്ഞു. പാലക്കാടിനെ തൊടുന്ന എല്ലാ വിഷയങ്ങളും, സമസ്ത വിഷയങ്ങളും സംസാരിച്ചുകൊണ്ടാണ് മോദി അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇനി തൃശ്ശൂരിലേക്കാണ് എത്തുന്നത്. അവിടെ മോദിയുടെ പ്രസംഗം ഏതൊക്കെ വിഷയത്തിൽ ഊന്നിയായിരിക്കും, എന്തൊക്കെ സംസാരിക്കുമെന്നുള്ള വലിയ ആകാംക്ഷ ബാക്കി നിൽക്കുന്നുണ്ട്. അവിടെയുള്ള ഒരുക്കങ്ങൾ അതെങ്ങനെയാണ് ജെയ്സൺ? ആര്യ, ഇവിടെ പ്രസംഗമില്ല, ഇവിടെ റോഡ് ഷോ മാത്രമേ ഉള്ളൂ. ഏകദേശം 4:10 തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ടിലേക്ക് പ്രധാനമന്ത്രി എത്തിച്ചേരും. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ സ്വരാജ് റൗണ്ടിന്റെ ഒരു ഭാഗം മുഴുവൻ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു. ഒരു ഭാഗത്ത് പ്രവർത്തകരെ നിർത്തുന്നില്ല, സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി. തൃശ്ശൂരിലേക്ക് പ്രധാനമന്ത്രി വന്നിറങ്ങുമ്പോൾ അത് നിരവധി ചരിത്രം എഴുതിയ ഒരു സ്ഥലത്തേക്കാണ് പ്രധാനമന്ത്രി വരുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പലതവണ ഓർമ്മിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിലേക്ക് പലതവണ എത്തിയ പ്രധാനമന്ത്രി ഒരു കാര്യം എഴുതി ഉറപ്പിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോയത്. തൃശ്ശൂരിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച അന്ന് സുരേഷ് ഗോപിക്ക് വേണ്ടി പലതവണ തൃശ്ശൂരിലെത്തിയപ്പോൾ ആളുകൾ നിരന്തരമായി ചോദിച്ചു എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി തുടർച്ചയായി തൃശ്ശൂരിലേക്ക് വരുന്നത്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഗുരുവായൂരിലെത്തുന്നു, പിന്നീട് തൃശ്ശൂരിലേക്ക് എത്തുന്നു. അങ്ങനെ പലതവണ തൃശ്ശൂരിലേക്ക് കടന്നു വരുമ്പോൾ ആളുകളെല്ലാം കൗതുകത്തോടെ ചോദിച്ചിരുന്നു എന്തുകൊണ്ട് പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് നിരന്തരമായി എത്തുന്നു. അതിനുള്ള ഏറ്റവും വലിയ ഉത്തരം ആ തിരഞ്ഞെടുപ്പ് ഫലമായിരുന്നു. സുരേഷ് ഗോപി 75,000-ലധികം വോട്ടിന് വിജയിപ്പിക്കുന്നതിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറി പ്രധാനമന്ത്രിയുടെ തൃശ്ശൂർ സന്ദർശനം എന്നതാണ്. അതാണ് കഴിഞ്ഞ ലോക്സഭയുടെ ചരിത്രം എന്ന് പറയുന്നത്. ലോക്സഭാ ചരിത്രത്തിൽ, തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ, കേരളത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു ചരിത്രം കുറിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ചത്. അതിൽ പ്രധാനമന്ത്രിയുടെ പങ്ക്, ഇതുപോലുള്ള റോഡ് ഷോയുടെ പങ്ക് എല്ലാം എടുത്തു പറയേണ്ടതാണ്. അത്തരത്തിലൊരു മുന്നേറ്റം ഇത്തവണ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടിയാണ് പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് എത്തുന്നത്. 13 നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ മുഴുവൻ മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകളിലൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏകദേശം 4:10 തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിച്ചേരും. ജില്ലാ ആശുപത്രി പരിസരത്തുനിന്ന് റോഡ് ഷോ ആരംഭിക്കും. റോഡ് ഷോ ഏകദേശം 1.5 കിലോമീറ്ററോളം നീളം. 1.5 കിലോമീറ്ററോളം നീളുന്ന റോഡ് ഷോ ആണ് തൃശ്ശൂരിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടെ മോദി സംസാരിക്കുകയില്ല. ഇവിടെ ഇപ്പോൾ കോട്ട മൈതാനത്ത് ആവേശോജ്വലമായ പ്രസംഗം കാഴ്ചവെച്ച ശേഷം മോദി പുറപ്പെട്ടിരിക്കുകയാണ് തൃശ്ശൂരിലേക്ക്. ജെയ്സൺ ചാമോളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്.